സൺഡേ അറ്റ് കടമക്കുടി ചെറിയൊരു റൈഡും ഡീക്കാത്തലോൺ വിൻഡോ ഷോപ്പിങ്ങും ഒരു നൈറ്റ് ഡേറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു സൺഡേ ആയിരുന്നു ഞങ്ങളുടേത്. അപ്പൊ ആ വിശേഷങ്ങൾ കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. സൺഡേ മോർണിംഗ് നല്ല മടിയെടുത്ത് വീട്ടിൽ ചടഞ്ഞിരുന്നു. ഈവനിങ് ആയപ്പോൾ പക്ഷെ ഓണായി രണ്ടാളും. അങ്ങനെയാണ് കടമക്കുടി പോവാമെന്ന് തീരുമാനത്തിലെത്തിയത്. എറണാകുളം വന്നിട്ട് ഇതുവരെ അങ്ങോട്ട് പോയിരുന്നില്ല. എന്നാൽ പിന്നെ ഇന്നത്തെ സൺസെറ്റ് അവിടെ ആവട്ടെ എന്ന് കരുതി ബൈക്കിലാണ് പോയത്. ഞങ്ങൾ റൈഡൊക്കെ പോകുമ്പോഴും വരുമ്പോഴും വേറെ വേറെ റൂട്ടാണ് മിക്കവാറും ചൂസ് ചെയ്യാറ്. അതുകൊണ്ട് കടമക്കുടി പോകുന്നത് കടമക്കുടി എത്തി ബൈക്ക് ഫെറിയിൽ കയറ്റി അങ്ങനെ വാട്ടർ ക്രോസ് ചെയ്തുകൊണ്ടാണ്. നമ്മൾ വേറെ ആക്ടിവിറ്റി ഒന്നും ചെയ്യാൻ പ്ലാൻ ഇല്ല. അവിടെ കയാക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് പോയി ഈവനിങ് അവിടെ സ്പെൻഡ് ചെയ്യുന്നു, സൺസെറ്റ് കാണുന്നു, പോരുന്നു. അങ്ങനെ ഫെറിയിൽ കയറി ഐലാൻഡ് ക്രോസ് ചെയ്ത് കടമക്കുടി എത്തിയപ്പോൾ പൂരത്തിന്റെ ജനം. സൺഡേ ആയതുകൊണ്ട് എല്ലാവരും നമ്മളെപ്പോലെ ഈവനിങ് എൻജോയ് ചെയ്യാൻ ഇറങ്ങിയതാണ്. ബൈക്കിൽ വന്നത് എന്തായാലും നന്നായി എന്ന് അപ്പം തോന്നി. അങ്ങനെ കടമക്കുടി എത്തി ബൈക്ക് പാർക്ക് ചെയ്ത് കുറച്ച് പിക്സും വീഡിയോസ് ഒക്കെ എടുത്ത് അങ്ങനെ നിന്നു. അവിടെ ബോട്ടിങ്ങും വഞ്ചിയിലെ യാത്രയൊക്കെ ഉണ്ട്. കൂടാതെ കയാക്കിങ്ങിനൊക്കെ വേണമെങ്കിൽ ഈ കാണുന്ന പ്ലേസിൽ പോയാൽ മതി. ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം കടമക്കുടിയുടെ ഭംഗിയൊക്കെ കണ്ട് അങ്ങനെ നടന്നു. ഇടയ്ക്ക് ഒരു സോഡ സർബത്തൊക്കെ കുടിച്ച് സൺസെറ്റും കണ്ടിരുന്നു. തിരക്കാണെങ്കിൽ കൂടുന്നല്ലാതെ കുറയുന്നില്ല. അങ്ങനെ കടമക്കുടി കണ്ട് ആസ്വദിച്ച ശേഷം നമ്മൾ റിട്ടേൺ പോന്നു. പോരുന്ന വഴി കളമശ്ശേരി ഡീക്കാത്തലോണിലൊന്ന് കയറി. ചുമ്മാ കയറിയതാണ്. എറണാകുളം വന്നിട്ട് അവിടെയും ഇതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ അവിടെ കയറി ഓഫേഴ്സ് എല്ലാം ചെക്ക് ചെയ്ത് ലാസ്റ്റ് ക്രിക്കറ്റ് ബാറ്റും ബോളും ഉള്ള പ്ലേസിലേക്ക് എത്തി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ക്രിക്കറ്റൊക്കെ കളിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോരുന്ന വഴി ഒരു ലൈം ടീയും കുടിച്ച് സൺഡേയിൽ ഔട്ടിങ് അങ്ങനെ അവസാനിപ്പിച്ചു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.